ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാർഡ്സ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീനിങ്സിലേക്ക് പോവാം. അതിന് മുന്നേ ഇന്നത്തെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്? രണ്ട് കൈകളും ചേർത്ത് വയ്ക്കുക. പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നിലേക്കും എൻ്റെ പേഴ്സണിലേക്കും അട്രാക്റ്റ് ആവുകയും നെഗറ്റീവ് ചിന്തകളെ എന്നിൽ നിന്നും എൻ്റെ പേഴ്സണിൽ നിന്നും റിമൂവ് ആവുകയും ചെയ്യുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ റീഡിങ്ങിലേക്ക് പോകാനായിട്ട്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുന്ന റീഡിംഗ് ആണ് കേട്ടോ. റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ 2 ഓഫ് വാൻഡ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. ഫ്യൂച്ചറിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. ഈ ഒരു ബന്ധത്തിൽ ഒരു പ്രോഗ്രസ് വേണമെന്ന് നിങ്ങളെപ്പോലെ തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സാധ്യതയെ നോക്കി കാണുകയാണ്. 2 വാൺസ് ആണ് അവർ കയ്യിലിരിക്കുന്നത്. ഒരു വാണ്ടെന്ന് പറയുമ്പോൾ അവരുടെ കരിയർ, ഫാമിലി ഒക്കെ ആവാം. അതിനെ മാറ്റി വെച്ചിട്ടുണ്ട് അവർ. നിങ്ങളെന്ന വാണ്ടിനെ അവർ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും കാലം അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടും കരിയറിന് വേണ്ടിയിട്ടൊക്കെ മുൻതൂക്കം നോക്കിക്കൊണ്ട് മാറിപ്പോയ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് നിങ്ങളും അവരും തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കുന്നത്, ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കുന്നത്. എന്നാൽ അവരിലേക്കൊരു മാറ്റം വന്നു എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഈ ഒരു ലവ് ലൈഫിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രോഗ്രസ് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. ഇവിടെ സെക്കൻഡ് കാർഡ് എന്ന് പറയുമ്പോൾ 2 ഓഫ് സ്വാർഡ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ്. ഒരു കണ്ണ് കെട്ടിയ അവസ്ഥയിലൂടെ ആയിരുന്നു അവർ പോയിട്ടുള്ളത്. കണ്ണ് കെട്ടിയ അവസ്ഥ എന്ന് പറയുമ്പോൾ ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കരുത് എന്നറിയാത്തൊരവസ്ഥയിലൂടെ പോയി. ഇപ്പം നമ്മുടെ കണ്ണ് കെട്ടിയിട്ട് ഒരാൾ പറയുകയാണ് ഇപ്പം പകലാണ്, അപ്പോൾ നമ്മളത് വിശ്വസിക്കും. രാത്രിയാണെന്ന് പറഞ്ഞാലോ അതും വിശ്വസിക്കും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ മറ്റുള്ളവരുടെ പ്രവൃത്തി മൂലം അവർ പറയുന്നത് കേട്ട് മാറിപ്പോയ ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. എന്നാൽ അവർ ആ കണ്ണിൻ്റെ കെട്ടഴിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കണ്ണിൻ്റെ കെട്ടഴിക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ 2 കാക്കകളാണ് ചുറ്റും നിൽക്കുന്നത്. അത് അവരെ മാറ്റിക്കൊണ്ടുപോയ എനർജിയാണെന്ന് കരുതൂ. അവരെങ്ങനെ വരിഞ്ഞു മുറുകി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്, കണ്ണ് വലിച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്, അവരെ നിങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏത് വ്യക്തികളായിക്കോട്ടെ അവരാ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. എന്നാൽ യൂണിവേഴ്സിനോട് നിങ്ങൾ പ്രാർത്ഥിച്ച് മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെയൊക്കെ ഫലമായിട്ട് നിങ്ങൾ ഹീലായിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, നിങ്ങൾ അതിയായ ആഗ്രഹത്തോടു കൂടി യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ആ പേഴ്സൺ ഇവിടെ കണ്ണഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കണ്ണഴിച്ചിട്ട് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ മൂന്നാമത്തെ കാർഡ് എന്ന് പറയുമ്പോൾ മജീഷ്യനാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. ഒത്തിരി കഴിവുള്ള ഒരു പേഴ്സൺ ആണെന്ന് പറയുന്നു. നാച്ചുറൽ ടാലൻ്റിലായിട്ടുള്ള പേഴ്സൺ ആണെന്ന് പറയുന്നു. സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന് പറയുന്നു. നിങ്ങളുടെ കഴിവുകളിലേക്ക് നോക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെ തന്നെ സെൽഫ് ലവ് ചെയ്ത് നിങ്ങളുടെ കഴിവുകളിലേക്ക് നിങ്ങൾ നോക്കി ആ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി പൊടി തട്ടിയെടുക്കാൻ പറയില്ലേ. കുറേ കഴിവുകളൊക്കെ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യാതിരിക്കാവും അല്ലേ. ഇപ്പോൾ ചിത്രം വരയ്ക്കുന്നവരാവാം, പാട്ട് പാടുന്നവരാവാം, ഡാൻസ് ചെയ്യുന്നവരാവാം, അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ചെയ്യാം. ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ ചെയ്യുന്ന നിങ്ങൾക്ക് എന്ത് പറ്റിയെന്നാണ് യൂണിവേഴ്സ് ചോദിക്കുന്നത്. ആ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത് അതിൽ എൻഗേജ്ഡ് ആവാൻ യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളിൽ തന്നെ ഹാപ്പി കണ്ടെത്താനാണ് യൂണിവേഴ്സ് പറയുന്നത്. അവനവനിൽ തന്നെയുണ്ട് ഒത്തിരി സന്തോഷ നിമിഷങ്ങൾ. ആ കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്ത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും. അതിനുള്ള തയ്യാറെടുപ്പ് അവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾ ചേസ് ചെയ്ത് പോകരുത്, നിങ്ങളിലേക്ക് അവർ വരും. അതിനുള്ള ഒരു പ്രവൃത്തി യൂണിവേഴ്സ് ചെയ്യുന്നുണ്ട്. അതിന് നിങ്ങളെ തന്നെ ഒന്ന് ഉണർത്തിക്കൊണ്ടുവരണം. നിങ്ങളിങ്ങനെ ഗ്ലൂമി ആയിട്ട് വിഷമിച്ചിട്ട് എൻ്റെ പേഴ്സൺ വരുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങളോട് യൂണിവേഴ്സ് ആക്റ്റീവ് ആവാനാണ് പറയുന്നത്. നിങ്ങളിലുള്ള കഴിവുകളെ ഉണർത്തിക്കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ ഒരു കാര്യം നടന്നു തുടങ്ങിയാൽ നിങ്ങളുടെ പേഴ്സണ് പിന്നെ അവിടെ ഇരിക്കാൻ പറ്റില്ല, അവർ നിങ്ങളിലേക്ക് വരും. ഇവിടെ 4th കാർഡ് എന്ന് പറയുമ്പോൾ 10 ഓഫ് കപ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഇമോഷനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നതിന് ഒരു കാരണം കൂടിയുണ്ട്. ഇത്രയും നാൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ അവരൊത്തിരി കാര്യങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞല്ലോ. അവർ തന്നെ റിയലൈസ് ചെയ്യുകയാണ് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സാധാരണ പോലെയല്ല, വേറെ എവിടെയും കിട്ടാത്ത എന്തോ ഒരു കണക്ഷൻ എനിക്ക് ഈ ലവ് ലൈഫിലുണ്ട്, ഈ റിലേഷൻഷിപ്പിലുണ്ടെന്ന് അവർ തിരിച്ചറിയുന്നു. അവർ ചിന്തിക്കുകയാണ് ഒത്തിരി സ്നേഹം എനിക്ക് ആ പേഴ്സണോട് തോന്നുന്നുണ്ട്, എത്രയൊക്കെ ശ്രമിച്ചിട്ട് മറക്കാൻ സാധിക്കുന്നില്ല. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളും അവരും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഹാർമണിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സന്തോഷം വരുന്നു എന്നാണ് കാണിക്കുന്നത്. ഇതൊരു ഡിവൈൻ കണക്ഷൻ ആണെന്ന് ഇന്ന് നിങ്ങളെ പോലെ തന്നെ അവരും തിരിച്ചറിയുന്നുണ്ട്.
മനസ്സിലായോ? അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ഏസ് ഓഫ് കപ്സ് കാർഡാണ്. വീണ്ടും കപ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഇമോഷനാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സണ് ഒത്തിരി സ്നേഹം നിങ്ങളോടുണ്ട്. അവരിങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെ. മനസ്സിലാവുന്നുണ്ടോ? ഒരു ന്യൂ കണക്ഷനെയാണ് കാണിക്കുന്നത്, ന്യൂ റിലേഷൻഷിപ്പിനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാവുകയാണ് ഇത് ഒരു സോൾമേറ്റ് കണക്ഷനാണ്. എന്തോ ഒരു ബന്ധം എനിക്ക് അവരോടുണ്ട്, അത്രമേൽ ഇഷ്ടം ഇപ്പോൾ അവരോട് തോന്നുന്നുണ്ടെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. പോസിറ്റീവ് ഔട്ട്കംസ് ആണ് കാണിക്കുന്നത്. ഒരു ഡിവൈൻ കണക്ഷൻ എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. യൂണിവേഴ്സ് പറയാണ് അവർക്ക് നിങ്ങളോട് ഒത്തിരി സ്നേഹമുണ്ട്. ഒരു സമയമാകുമ്പോൾ നിങ്ങളും അവരും തമ്മിലുള്ള ആ ഒരു കർമ്മ എൻഡ് ആവുമ്പോൾ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ഒരു പുതിയ ജീവിതം ഉണ്ടാകുമെന്നാണ്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ 4 ഓഫ് കപ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് നോക്കുന്നു. അവർക്ക് ചുറ്റും അവരുടെ കരിയർ, അവരുടെ ഫാമിലി, അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. ഈ 3 കപ്സ് എന്ന് പറയുന്നത് അവരുടേതായ കാര്യങ്ങളാണ്, അവരുടെ ഫാമിലി, കരിയർ ഒക്കെയാണ്. എന്നാൽ ഇവിടെ വലത് കയ്യിലിരിക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹമാണ്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ. അവർ ചുറ്റും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവർ ഫാമിലിയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവാം. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അവരുടെ ഒഴിവ് സമയങ്ങളിലെല്ലാം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ്. എങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത്. ഇവിടെ അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ക്യൂൻ ഓഫ് പെൻഡക്കിളാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളൊരു ഹീലർ ആയിരിക്കണമെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ ഹീലർ എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് ആരെങ്കിലും ഒരു ആശ്വാസവാക്കിനായിട്ട് വന്നാൽ നിങ്ങൾ അവർക്ക് ആശ്വാസം കൊടുക്കുന്ന ഒരു പേഴ്സൺ ആണ്. മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കിയിട്ട് അവരോട് സംസാരിക്കുന്ന ഒരു പേഴ്സൺ ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഒരു കൈൻഡ് ഹേർട്ടിനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം എന്ന് പറയുന്നത് ദയയുള്ളതാണ്. മറ്റുള്ളവരുടെ ഇമോഷൻ അനുസരിച്ചിട്ട് പെരുമാറുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. ഫാമിലിക്കൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേഴ്സൺ ആണ്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. ഇപ്പോൾ നിങ്ങളുടെ കരിയറിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവാൻ പോകുന്നു എന്ന് ഈ കാർഡ് മീൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച ലൈഫിലേക്ക്, നിങ്ങൾ ആഗ്രഹിച്ച ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ടെത്തിക്കുമെന്നും ഈ കാർഡ് മീൻ ചെയ്യുന്നുണ്ട്. അത്രമേൽ സമൃദ്ധിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച സ്നേഹം നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സ്നേഹം വരുന്നു. നിങ്ങളുടെ കുടുംബക്കാരുടെ സ്നേഹം വരുന്നു. നിങ്ങൾ എന്തൊക്കെ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചോ ആ കാര്യങ്ങളെല്ലാം സാധിക്കാനായിട്ട് വളരെ കുറച്ചു കാലം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ലോസായി പോയിട്ടുള്ള എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സ് നിങ്ങൾക്ക് തിരിച്ചു തരാൻ പോകുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് യൂണിവേഴ്സ് ബ്ലെസ്സിങ്സ് തന്നെയാണ് ഈ കാർഡ്സിലൂടെ മെയിൻ ചെയ്യുന്നത്. അത്രമേൽ സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു പേഴ്സൻ്റെ, നിർവൃതിയാൽ ഇരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഈ കാർഡ് മെയിൻ ചെയ്യുന്നത്. ഇവിടെ 2 ഓഫ് കപ്സ് കാർഡാണ് ലാസ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത്. 2 ഓഫ് കപ്സ് കാർഡ് എന്ന് പറയുമ്പോൾ വീണ്ടും ഇമോഷനെ തന്നെയാണ് കാണിക്കുന്നത്, റൊമാൻസിനെയാണ് കാണിക്കുന്നത്. സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് യൂണിവേഴ്സ് വീണ്ടും വീണ്ടും പറയുന്നു. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു കണക്റ്റഡ് ഹേർട്ട് ആണെന്ന് പറയുന്നു. ജോയ്ഫുൾ ആണ് വരാൻ പോകുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്ക് ഒരു റീയൂണിയൻ തന്നെയാണ് കാണിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ കുറേ പേർക്ക് ഇത് മാരേജിലേക്ക് എത്തുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്നാലോ എത്താത്തവർ വിഷമിക്കേണ്ട. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അവരും നിങ്ങളും തമ്മിലുള്ള ഒരു റീയൂണിയൻ തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് ഒരു ജസ്റ്റിസ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആഗ്രഹിക്കുന്നത് എൻ്റെ പേഴ്സൺ ഒരു ജസ്റ്റിസ് കൊടുക്കണം, ഒരു നീതി കൊടുക്കണം. ഞാൻ കാരണം ഒത്തിരി വേദനിച്ചിട്ടുണ്ട്, ആ വേദനയിൽ നിന്നൊരു മോചനം കൊടുക്കണം. അവരോട് സംസാരിച്ചിട്ട് എന്താണോ ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർത്തുകൊണ്ട് ഒരു പുതിയൊരു ലൈഫിലേക്ക് പോകണം. എത്രയും പെട്ടെന്ന് നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്, നിങ്ങൾക്ക് നീതി തരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഈ ജസ്റ്റിസ് കാർഡ് കാണിക്കുന്നത്. കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടി അവർ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതെന്താ നമുക്ക് ഒറക്കൽ കാർഡ്സിലൂടെ നോക്കാം. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒറക്കൽ കാർഡ്സിന്റെ മീനിങ്സിലേക്ക് നമുക്ക് പോവാം. ഐ ലെറ്റ് മൈ പ്രൈഡ് ഗെറ്റ് ഇൻ ദ വേ ഓഫ് അവർ കണക്ഷൻ എന്നാണ് പറയുന്നത്. അവർ നിങ്ങളോട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർ പറയാണ് ഈ ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് അവരുടെ കാര്യങ്ങൾക്കാണ്, അവരുടെ അഭിമാനത്തിനാണ്. അപ്പം നിങ്ങളും അവരുമായുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അവർ അഭിമാനത്തെ ചോദ്യം ചെയ്യും, അവരെ മറ്റുള്ളവർ ചോദ്യം ചെയ്യുമെന്നൊക്കെ വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അവരങ്ങനെ ആയിരുന്നു, എന്നാൽ അവർക്ക് മാറ്റം വന്നു എന്നാണ് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. സെക്കൻഡ് കാർഡിൽ പറയുന്നത് ഐ നോ മൈ ഇനബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹേർട്ട് യു.
അവരെടുത്ത തീരുമാനം എന്ന് പറയുന്നത് നിങ്ങളെ ഒത്തിരി വിഷമിപ്പിച്ചു എന്ന് അവരിപ്പോൾ മനസ്സിലാക്കുകയാണ്. അവർ കാരണം നിങ്ങൾ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടെന്ന് അവരിപ്പോൾ മനസ്സിലാക്കുകയാണ്. അപ്പം നിങ്ങളോട് സോറി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ അടുത്ത കാർഡ് പറയുന്നത് ദ വേ യു ലവ് ക്യാൻ നൗ ബി മാച്ച്ഡ്. അവർ പറയാണ് നിങ്ങളെപ്പോലെ വേറൊരാളെ അവർ കണ്ടുമുട്ടിയിട്ടില്ല, നിങ്ങളുടെ സ്ഥാനത്ത് വേറൊരാളെ കാണാനായിട്ട് സാധിക്കില്ല. ഒത്തിരി പേര് അവരുടെ ലൈഫിൽ വന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വീട്ടുകാരായിട്ട് നിർബന്ധിക്കുക, വേറെ മാരേജിനൊക്കെ നിർബന്ധിക്കുമ്പോൾ അവർക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ മറ്റുള്ളവരോട് ഫീൽ ചെയ്തിട്ടില്ല. ആ ഒരു സ്ഥാനം ഇന്ന് നിങ്ങൾക്ക് തന്നെയാണെന്ന് അവർ തിരിച്ചറിയുന്നു എന്നാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത്. നമുക്കിവിടെ ടൈം കാർഡ് കൂടെ നോക്കാം. എന്താണ് ടൈം കാർഡിൽ എത്ര നാളുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ടൈം കാർഡ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ കാർഡ് 16 ഡേയ്സ് എന്നാണ് പറയുന്നത്, 16 ദിവസം. സെക്കൻഡ് കാർഡ് 29 ഡേയ്സ്, 29 ദിവസം. തേർഡ് കാർഡ് 28 ഡേയ്സ്, 28 ദിവസം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ്, ഇത്രയും കാർഡ്സിൽ ഏത് കാർഡ്സാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുന്നതെന്ന് നിങ്ങൾ നോക്കുക. ആ കാർഡ്സിനെ നിങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക. ഈ കാർഡ്സിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. യൂണിവേഴ്സിൽ വിശ്വസിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പോസിറ്റീവായി തിങ്ക് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചാൽ നമുക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ല. നമ്മൾ എത്ര കണ്ട് മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നുവോ, അത്രമേൽ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവോ ആ കാര്യങ്ങൾ സാധിച്ചു തരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. യൂണിവേഴ്സ് നമുക്ക് വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തു തരുന്നത്. നമ്മളിൽ കുറെ കാര്യങ്ങളൊക്കെ എൻഡ് ആവാനായിട്ട് ഉണ്ടായിരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നമ്മളും അവരും തമ്മിൽ സ്നേഹിക്കുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. നമ്മുടെ ഫാമിലി, നമ്മുടെ കരിയർ, നമ്മളുമായി ബന്ധപ്പെട്ട ആൾക്കാർ, അവരെയൊക്കെ ശ്രദ്ധിക്കാനായിട്ടൊരു അവസരം യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു സമയത്ത് നിങ്ങളിൽ തന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഒത്തിരി പേരെ പരിഗണിച്ചു തുടങ്ങി, ഒത്തിരി പേരെ സ്നേഹിച്ചു തുടങ്ങി. ആരോടൊക്കെ വൈരാഗ്യമുള്ളതൊക്കെ നിങ്ങൾ ഹീലാക്കി കളഞ്ഞു. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുണ്ടായിരുന്നു, നിങ്ങളിൽ തന്നെ മാറ്റം വരാനുണ്ടായിരുന്നു. അങ്ങനെ മാറ്റം വന്ന എനർജീസിനെല്ലാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ റീഡിംഗ് ഞാനിവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക, പേഴ്സണലായിട്ടും അല്ലാതെ. നിങ്ങളുടെ സ്വന്തം നിംസ്.